ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് എത്ര കഴിച്ചാലും മടുപ്പ് വരാത്തൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇത് നമുക്ക് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കേണ്ടതില്ല. വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നൈസായി കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സവാള നമുക്ക് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. സവാള നല്ലതുപോലെ തന്നെ വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോഴിതാ എല്ലാം നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് ചോപ്പ്ഡ് ചിക്കൻ ആണ്. ഈ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കാം. ഈ മസാല ഈ ചിക്കനിൽ നല്ലതുപോലെ തന്നെ കോട്ടായി വരുന്ന രൂപത്തിൽ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ എല്ലാം നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 സ്പൂണ് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ വീണ്ടും മിക്സാക്കി എടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 2 മുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. ഇതുപോലെ 7 ദോശയാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത്. ഇങ്ങനെ ഈ ഒരു രീതിക്ക് 7 or 8 ദോശ ചുട്ടെടുത്ത് നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ദോശ ചുട്ടെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് ഞാനിവിടെ 8 ദോശയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. ഈ 3 മുട്ട ഇതുപോലുള്ളൊരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കണം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം 2 സ്പൂണ് ഗീയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഗീ ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള ദോശ മുട്ടയിൽ മുക്കി 2 സൈഡും മുട്ടയിൽ മുക്കിയതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കാം.
ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇതിന് മുകളിൽ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചുട്ട ദോശയിൽ നിന്നും വീണ്ടും ഒരു ദോശ എടുത്ത് മുട്ടയിൽ മുക്കി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. വീണ്ടും ഈ ദോശയുടെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ചുട്ടുവെച്ച എല്ലാ ദോശയും ചെയ്തെടുക്കാം. ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാം ചെയ്തെടുത്താൽ മതി ട്ടോ. അപ്പോൾ ഇതാ എല്ലാ ദോശയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിന് മുകളിൽ ഒരു ദോശ കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ദോശയുടെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി വന്ന മുട്ടയുണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ പരത്തി കൊടുക്കാം. കൈ കൊണ്ട് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇതുപോലെ മൂടിക്കൊടുത്തൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പാനിൽ നിന്ന് വിട്ട് വരും. ഇങ്ങനെ പാനിൽ നിന്നും വിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പാനിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്ത് വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോഴിത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ടായി കിട്ടില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെ ചട്ടിപ്പത്തിരി എന്നും അതിശയപ്പത്തിരി എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താന്ന് പറയലെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്